ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. PSC എക്സാമിന് പോകാൻ റെഡി ആവുകയാണ്. 10th പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജ് എക്സാമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അതിനിടയിലാണ് കടന്നൽ കുത്തിയത്. ഒന്നല്ല കേട്ടോ, 2 കുത്താണ് കിട്ടിയത്. അപ്പോൾ അതെന്താ ഉണ്ടായെന്നൊക്കെ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ വാച്ച് കെട്ടാറുള്ളത് റൈറ്റ് കയ്യിലാണ്. അത് പറ്റത്തില്ല എന്നറിയുന്നു. അതിന് നീരുണ്ടായിരുന്നു കയ്യിൽ. എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്. സംഭവം ഇത് ആദ്യമായിട്ടല്ല കടന്നൽ കുത്തുന്നതും നീര് വരുന്നതൊക്കെ. പക്ഷെ ഇതിപ്പോൾ എക്സാമിൻ്റെ സമയത്തായതാണ് ഒരു വിഷമം. കുറേ തവണ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മിക്കവാറും കടന്നൽ കൂട് കാണും. അപ്പോൾ നനയ്ക്കാൻ നേരത്തായിരിക്കും അതൊക്കെ ഇളകി വരുന്നത്. അനിയൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമായിരുന്നില്ലേ, നല്ല നീരുണ്ടല്ലോ, വെച്ചുകൊണ്ടിരിക്കേണ്ട, പോകാനൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ. LSGA എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ആ ഒരു എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണവും മൂഡ് ഓഫ് ഒന്നും ശരിക്കും പറഞ്ഞാൽ മാറിയിട്ടില്ല. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു എക്സാം കഴിഞ്ഞ് വന്ന് വേഗം അടുത്തൊരു എക്സാമിനിരുന്ന് പഠിക്കും. ഇതിനങ്ങനെ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ടാണ് ഞാൻ പോകുന്നത്. ഒരാഴ്ചത്തേക്ക് റിവിഷൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 1-2 SCRT ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സൊക്കെ നോക്കി. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ 1-2 വീഡിയോ ഒക്കെ കണ്ടു. അതങ്ങനെ റിവിഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തലേ ദിവസം കടന്നലും കുത്തിയത്. അപ്പോൾ കുറച്ച് സമയം പിന്നെ അതുമ്മ പോയി. എക്സാമിന് പോകാൻ നേരത്താണ് കേട്ടോ ഹോൾ ടിക്കറ്റും പേനയും ID പ്രൂഫൊക്കെ എടുത്ത് വെക്കുക. തലേ ദിവസമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ അത് വെച്ചോ എന്ന് നോക്കലവും പണി. എക്സാം സെൻറ്റർ അടുത്താണ്. പക്ഷേ 2 ബസ് കയറണം. അപ്പോൾ ഒരു 11 മണിയൊക്കെ ഇപ്പോൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗ്ലിസറിൻ മേടിക്കണം. ഗ്ലിസറിൻ മാക്സ് സെൽഫ് തേച്ച് കഴിഞ്ഞാൽ നീര് കുറയുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു പോണ വഴിക്ക്. അമ്മ ചോദിച്ചു വേദനയുടെ ഗുളിക വേണോ, എക്സാം എഴുതാൻ പോവല്ലേ, ഇപ്പോൾ പരീക്ഷ ധരിക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകും, കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. വേണ്ട, അതിലും നല്ലത് ഈ വേദന അങ്ങ് സഹിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. കുട എടുക്കാൻ മറന്നുപോയി. നല്ല വെയിൽ. മറന്നതല്ല, എടുത്തില്ല. പക്ഷേ നല്ല വെയിൽ, എടുത്താൽ മതിയാരും തോന്നി. പിന്നെ പണി പാളിയെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ഒരു 15 മിനിറ്റ് കൂടുതലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബസ് കിട്ടാൻ. ബസ്സിലിരുന്ന് കുറച്ച് നേരം ടെലഗ്രാമിൽ കറണ്ട് അഫയേഴ്സൊക്കെ നോക്കി. വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറുന്നത് വരെ മെഡിക്കൽ സ്റ്റോറിൽ പോകണം, മരുന്ന് മേടിക്കണം എന്നുള്ളതൊക്കെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ബസ് ഇറങ്ങി. പിന്നെ അടുത്ത ബസ് കയറാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ക്രോസ് ചെയ്യാൻ നിൽക്കാൻ നേരത്ത് അതിൻ്റെ നേരെ മുമ്പിൽ മെഡിക്കൽ സ്റ്റോർ. അത് കണ്ടപ്പോഴാണ് ആലോചിച്ചത് ആ മരുന്ന് മേടിക്കണമല്ലോ എന്ന്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ മരുന്ന് ചോദിച്ചു. അപ്പോൾ അങ്കിള് പറഞ്ഞു ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീരിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീര് പോകാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ മാക്സ് സെൽഫ് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് വേണ്ട, വേറൊരെണ്ണം തരാം, അതായിരിക്കും നീരിന് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്ന് പൊട്ടിച്ച് തരാൻ പറഞ്ഞു. എനിക്കങ്ങനെ ബലം കൊടുത്തത് തുറക്കാനും പൊട്ടിക്കാനും നല്ല പാട്. അപ്പോൾ അങ്കിളെന്നെങ്കിൽ പൊട്ടിച്ചൊക്കെ തന്നു. അപ്പോൾ ഒരുപാട് തേക്കേണ്ട, ഡ്രസ്സിലൊക്കെ ആവുമെന്ന് പറഞ്ഞു. നല്ലൊരു അങ്കിളായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ബസ് കയറി എക്സാം സെൻറ്ററിലെത്തി. കുറച്ചൊന്ന് തേച്ചു ഞാൻ, ജസ്റ്റ്, ശരിക്കും തേച്ചിട്ടില്ല. അങ്ങനെ എക്സാമൊക്കെ എഴുതി. കുഴപ്പമുണ്ടായിരുന്നില്ല, എളുപ്പമായിരുന്നു. ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 കൺഫ്യൂസിങ് ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്സൊക്കെ നല്ല ഈസി ആയിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് നടക്കുകയാണ്. ബസ് ഇറങ്ങി. റോഡൊക്കെ ആകെ മോശമാണ്. ഗ്യാസ് കണക്ഷൻ്റെയും വാട്ടർ കണക്ഷൻ്റെ ഒക്കെ കുഴിയൊക്കെ എടുത്ത് അതിൻ്റെ പൊടിയും അങ്ങനെ ആകെ അലങ്കോലമാണ് റോഡ്. അമ്മ എന്നെയും കാത്തിരിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, എവിടെ എത്താറായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കി
ചായ അല്ല, കാപ്പിയും പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി മുഖമൊക്കെ കഴുകി ഇന്ന് ഭയങ്കര ഒരു സംഭവം നടന്നു. സംഭവം നല്ല സന്തോഷമുള്ള സംഭവം, ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. അപ്പം അതിൻ്റെ വിശേഷമൊക്കെ അമ്മോടിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് അമ്മയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ അമ്മോട് പറയായിരുന്നു. അതായത് ഞാൻ രണ്ടാമത് ബസ് കയറിയില്ലേ, രണ്ടാമത് ബസ്സിൽ കയറി ഇങ്ങനെ ഇപ്പം എൻ്റെ സൈഡ് സീറ്റിൽ ഏകദേശം ഫ്രണ്ടിലായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ സൈഡ് സീറ്റിൽ ഇങ്ങനെ 2 പേരിങ്ങനെ എന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം മടിയിൽ കുട്ടിയൊക്കെ ഉണ്ട്, ഒരാളുടെ മടിയിൽ കുഞ്ഞൊക്കെ ഉണ്ട്, വേറൊരു കുഞ്ഞ് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, പിന്നെ ഇപ്പുറത്ത് അങ്ങനെ 2 പേരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറേ നേരമായിട്ട് എന്നെ നോക്കുന്നു. ഞാനും ഇനി വല്ല പരിചയം കാണുമോ ഞാനിങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അമലയുടെ അവിടെയാണ് വീട് എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞാൽ അവർ പിന്നൊന്നും. അപ്പം ഞാൻ ഞെട്ടിയ എന്താപ്പം അങ്ങനെ ചോദിക്കാൻ, ഇനി വരെ പരിചയമുള്ളവരാണോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്തേ വീട് എവിടെയാണെന്ന് തിരിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു പരിചയം തോന്നി അതുകൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി കോളേജിലെങ്ങാനും പഠിച്ചതാണോ എന്ന് കരുതി ഞാൻ ചോദിച്ചു മാവേലിക്കര ബിഷമൂറിലെങ്ങാനുമാണോ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാവേലിക്കരയാണോ, മാവേലിക്കരയൊക്കെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം. അപ്പോൾ അതെന്നോട് ചോദിച്ചു പോപ്പൈസിലാണോ പഠിച്ചതെന്ന്. അപ്പോൾ കറ്റാനം പോപ്പൈസിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഏത് ഇയറാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഇയറൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബാച്ച്മേറ്റാണ്, അറിയില്ലേ പരിചയമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിലല്ല ബാച്ച്മേറ്റ്, അവൾ 10E ആയിരുന്നു, ഞാൻ 10D. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ സന്തോഷമായി, ഞാൻ ഞെട്ടിയേ. അപ്പോൾ ഇതിപ്പോൾ കായംകുളത്തോ മാവേലിക്കരയൊക്കെ വെച്ചാണ് ഇങ്ങനെ കാണുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങനെ ഒരു ഷോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തൃശ്ശൂർ വെച്ചിട്ട് അവിടെയുള്ള ഒരാളെ കണ്ടപ്പം, അപ്പോൾ അവർ വാടാനപ്പള്ളി എന്ന റിലേറ്റീവിൻ്റെ ഫംഗ്ഷൻ എന്തോ പോവാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മീൻസ് നമ്മുടെ ക്ലാസ്സിലെ അല്ല, അടുത്തൊരു ക്ലാസ്സിലെ കുട്ടി നമ്മളെ തിരിച്ചറിഞ്ഞ്. പിന്നെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ നന്നായി അവളാണ് ഇങ്ങോട്ട് പറഞ്ഞത്. എന്നിട്ട് ഞാനിങ്ങനെ ഷോക്കടിച്ച് ആ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഫോൺ നമ്പർ മേടിക്കുകയോ വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. ചിലപ്പോൾ ഇനി ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പിന്നെ ചോദിച്ചില്ല. വീട്ടിൽ വന്നപ്പോൾ വിചാരിച്ചു വീഡിയോ എടുക്കാമായിരുന്നു, വീഡിയോയിൽ കാണിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ 10th സ്കൂളിൽ പഠിച്ചവരെ ഇങ്ങനെ കാണുന്നത്. അതും തൃശ്ശൂർ വെച്ചിട്ട് ഭയങ്കര സന്തോഷവും അത്ഭുതമൊക്കെ ആയി. അതിനിടയിൽ എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി അപ്പോൾ ഞങ്ങളുടെ ഈ വർത്താനൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്നോട് ചോദിച്ചു വീട് എവിടെയാന്ന്. അപ്പം ഞാൻ പറഞ്ഞു അമലയുടെ അവിടെ. അത്രയും നേരം എന്നോട് മിണ്ടാതിരിക്കായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും എക്സാമിന് തന്നെയാണ് പോകുന്നത്, അതും ആ സെയിം സ്കൂളിൽ എക്സാമിന് പോവാണ്. അപ്പോൾ അത്രയും നേരം മിണ്ടായിരുന്നിട്ട് ഞങ്ങളുടെ ഈ വർത്താനം കേട്ടപ്പോഴാണ് ചോദിച്ചത് എവിടെയാണ് വീടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അമലയുടെ അവിടെയാണ്. അല്ല മാവേലിക്കര പോപ്പൈസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടോ അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പഠിച്ചത്, കറ്റാനം പോപ്പൈസിലാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ ആ കുട്ടി പറയാം എൻ്റെ വീട് നൂറിനാടാണ്, അതാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതും പരിചയമുള്ള സ്ഥലമാണ്, കറ്റാനത്തിനടുത്തുള്ള സ്ഥലം തന്നെയാണ് നൂറിനാട്. അങ്ങനെ ഭയങ്കരമായ 2 കോയിൻസിഡൻസാണ് സംഭവിച്ചത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെ സംഭവിക്കുന്നു തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ കാണുമെന്നോ, സ്കൂളിൽ പഠിച്ചവരൊക്കെ ഇങ്ങനെ കാണും എന്ന് ഇങ്ങനെ ധാരണയില്ല. അപ്പോൾ എനിക്കിങ്ങനെ പേരിങ്ങനെ ആ മറ്റേ ക്ലാസ്മേറ്റല്ല ബാച്ച്മേറ്റ് പരിചയപ്പെട്ട കുട്ടിയുടെ പേരിങ്ങനെ ഉണ്ട്. പിന്നെ അത് ആ പേര് തന്നെയാണോ എന്ന് എനിക്ക് സംശയിച്ചു. ഫൗസിയ എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ കണ്ടപ്പോൾ. അങ്ങനെ ആ വിശേഷമൊക്കെ ഇങ്ങനെ അമ്മോട് ഇങ്ങനെ പറഞ്ഞിരിക്കാം. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. നമ്മൾ പഠിച്ച സ്ഥലവും ഫ്രണ്ട്സിനെയും നമ്മൾ അവിടെയായിരുന്നു, നമ്മൾ കുറേ കാലം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കേൾക്കുമ്പോഴുള്ള സന്തോഷമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിലാണ് ഇവൻ വന്നത്. ഇവനല്ല ഇവള്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ കുറുക്കൻ്റെ പോലത്തെ ഒരു പട്ടിയുണ്ടെന്ന് ഫുഡ് കഴിക്കാൻ വരുമെന്ന്. ആ പട്ടിയാണ് ഈ പട്ടി. ഉച്ചയ്ക്ക് വന്നില്ല ആൾ. അപ്പോൾ ഇതാ വൈകുന്നേരം വന്നപ്പോൾ കൊടുത്തതാണ്.
4 പേരുണ്ട്, പലരും പല സമയത്താണ് വരുന്നത്. ചോദിക്കാൻ പോയി, അപ്പൊ അങ്ങോട്ട് ഒരു മാക്സ് വേണ്ട, വേറൊന്നും തരാൻ കൊണ്ട് വേറെ മരുന്നു. അപ്പുറത്തെ വീട്ടിലെ നന്ദേട്ടനാണ് കേട്ടോ എന്നോട് മാക്സ് സെൽഫ് ഗ്ലിസറിൻ മാക്സ് സെൽഫ് മേടിക്കാനാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ വേറൊരെണ്ണം വാങ്ങിയല്ലോ. അപ്പോൾ അതെന്തിനാ അത് വാങ്ങിയേ, നമുക്ക് ആവശ്യമുള്ളതല്ലേ വാങ്ങേണ്ടത്, അവർ തരണ സാധനം വാങ്ങിയിട്ട് പോരുകയാണോ ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മരുന്ന് എടുത്തുകൊണ്ട് പോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഗ്ലിസറിൻ്റെ തന്നെയാണ്. അപ്പോൾ തേച്ചോന്ന് ചോദിച്ചപ്പോൾ തേച്ചില്ല, എക്സാം ആയിരുന്നില്ലേ, ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് തേക്കാം. വേണ്ട വേണ്ട, ഇപ്പം തന്നെ തേച്ചോ, അത് നീര് മാറട്ടെ, മരുന്ന് തേക്കാൻ പറഞ്ഞു. എന്നെ അവിടെ നിർത്തിയതൊക്കെ തേച്ച് അകത്തും പുറത്തൊക്കെ തേക്കാൻ പറഞ്ഞു, നീര് പോട്ടെ, നല്ലോണം തേക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ തൊട്ടപ്പുറത്താണ് കേട്ടാ നന്ദേട്ടൻ. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്യാണ്ടാവുമ്പോഴോ ഒക്കെ ആകുമ്പോൾ ഓരോ ഒറ്റമൂലിയൊക്കെ പറഞ്ഞു തരും എനിക്ക്. പിന്നെ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ബാഗൊക്കെ ഒതുക്കി നീറ്റാക്കിയൊക്കെ വെക്കണം, അങ്ങനെയൊരു സ്വഭാവമുണ്ട്. അപ്പോൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു, ഇനിയും തലമുടി കെട്ടണം. അപ്പോൾ എന്തായാലും മരുന്ന് വെച്ചു, ഇനിയിപ്പോൾ കുറച്ച് നേരം മരുന്നിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിൽ മരുന്ന് തേച്ചതുകൊണ്ട് മുടി കെട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അല്ലേ കുഴപ്പമൊന്നും കേട്ടോ, മുടി കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മരുന്നായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അമ്മോട് കെട്ടിത്തരാൻ പറയായിരുന്നു. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പണികളും പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് നേരം മരുന്നിട്ടൊക്കെ ഇരിക്കാം, അത് കഴിഞ്ഞ് കുളിക്കാം. ആൻസർ കീ ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നോക്കാറില്ല കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാറുള്ളൂ. അപ്പം തന്നെ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോകും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ കയറി. റാണിക്കുട്ടീനെ കണ്ട കട്ടിലുമേ, ബെഡ്ഷീറ്റിൻ്റെ ഡിസൈനും അവളും തമ്മിൽ തിരിച്ചറിയുന്നില്ല. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പഠിക്കണം, അതിൻ്റെ സിലബസൊക്കെ തപ്പിയെടുക്കണം. ഡിഗ്രി പ്രിലിമിനറിയുടെ LSGA എക്സാമിൻ്റെ പ്രിലിമിനറി കഴിഞ്ഞിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ തപ്പിയെടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ പഠനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.